പറഞ്ഞാലും എഴുതിയാലും ഒടുങ്ങാത്ത രണ്ടുപേർ. പറയാനൊക്കെ ഭയങ്കര, പക്ഷെ അവനാന്റെ ജീവിതത്തിൽ ആ സ്നേഹം ഉമ്മാക്കും ബാപ്പാക്കും ഫീൽ ചെയ്യണം. പഞ്ചസാര ഇങ്ങനെ കുപ്പിന്റെ ഉള്ളിൽ വെക്കാൻ നല്ല രസമാണ്, പക്ഷെ മധുരം എന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അനുഭവപ്പെടണം, എന്റെ കുട്ടിക്കെന്നെ ഭയങ്കര ഇഷ്ട, വിളിക്കും, എന്നും വിളിക്കുന്ന വിളിയിലുണ്ടല്ലോ. ഉമ്മാനെ വിളിച്ച് ഉമ്മ എന്താ വാപ്പാന്റെ വിശേഷം എന്ന് ചോദിക്കരുത്. വാപ്പാക്ക് ഫോൺ കൊടുക്കി എന്ന് പറഞ്ഞ് വാപ്പയോട് വിശേഷങ്ങൾ ചോദിക്കണം. മക്കളില്ലാത്തത് മാത്രല്ല വാപ്പാനി ഇമ്മാനി സങ്കടം, ഉള്ള മക്കളാൽ പരിഗണിക്കപ്പെടാതെ പോകുന്നതാ. ബി.എഡ് പഠിച്ച സമയത്ത് ഇങ്ങനെ കൂടെ ഒരു എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അവനോ 2 വയസ്സുള്ള കുട്ടിയുണ്ട്. അവൻ പറഞ്ഞ വർത്താനം, എന്റെ കുട്ടിയെ ഒരു ദിവസം പോലും കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കൂല. പക്ഷെ നാളെ ഇതേ കുട്ടി നാളെ എന്നോട് മിണ്ടാതിരുന്നാൽ എന്റെ അവസ്ഥ എന്താവും? എങ്കിലും സ്വയം ഇങ്ങനെ ആലോചിച്ച് നോക്ക്. എന്നു മുതൽ നമുക്ക് നമ്മുടെ വാപ്പ ശത്രുവായത്? എന്നു മുതൽ നമ്മൾക്ക് വാപ്പാനെ കണ്ണ് പറ്റാതായത്? എന്നു മുതലാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വാപ്പയും ഉമ്മയും വിലങ്ങുതടിയാകാൻ തുടങ്ങിയത്? വെറുതെ ആലോചിക്കുക. എവിടെയൊക്കെയോ പരിവർത്തനങ്ങൾ ആവശ്യമില്ലേ എന്ന് ആലോചിക്കുക. ജീവിതത്തിന് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയാൽ യാത്ര ചോദിക്കാൻ, മാപ്പ് ചോദിക്കാൻ പോലും സമയം നൽകാതെ മരിച്ചു